what it is. It will be a rainy day. Yes. In the morning it was rainy, man. Yeah. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ആയിട്ടോ. നാട്ടിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്തിട്ട് ഹൈദരാബാദിലെത്തിയിട്ട് അവിടുത്തെ മഴ കാണാനാണല്ലോ യോഗം എന്ന് വിചാരിച്ചു. പക്ഷേ ഫുൾ ഡേ മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിഗംഭീര മഴയായിരുന്നു. എന്നാലും വേണ്ടില്ല, നേരെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷേ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഒട്ടുക്കത്തെ മഴ, കുട്ടികളായിട്ട് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല ചില പാർക്കുകൾക്കൊന്നും. ഫസ്റ്റ് പോയതൊരു ശിവക്ഷേത്രത്തേക്കായിരുന്നു കേട്ടോ. അവിടെയും മഴ അങ്ങനെ തോർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറയാലോ, എൻ്റെ കയ്യിലൊരു ഷൂ ഉണ്ടാവും. ഈ ഷൂ എൻ്റെ ചെറുതിൻ്റെ ഷൂ ആണ്. ഇത് പോകരുത് എന്ന് കരുതിയിട്ട് ഞാൻ കൈ വിടാതെ മുറുകെ പിടിച്ചിരുന്ന സാധനമായിരുന്നു. പക്ഷേ അത് എവിടെയോ പോയി, മിസ്സായി. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയ ഷൂ ആയിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ശിവക്ഷേത്രത്തിൽ നിന്ന് പിന്നെ നേരെ പോയത് ഗണപതി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. വലിയൊരു ഗണപതിയുടെ പ്രതിഷ്ഠ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രതിഷ്ഠ വേറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളല്ലേ, അതുപോലെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രാരാധനാ രീതികളും ആചാര രീതികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. കുറച്ചധികം നേരം ഞങ്ങൾ ക്ഷേത്ര പരിസരത്തൊക്കെ നിന്ന് അവിടെ മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ ഒന്ന് മാറിക്കോട്ടെ എന്നും കൂടെ കരുതി. പക്ഷേ ഞങ്ങളവിടെ നിന്ന സമയം ഞങ്ങൾക്ക് വേസ്റ്റ് ആയില്ല കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. മഴ മാറാൻ ഇത്രയും നേരം കാത്തു നിൽക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ അതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഷോർട്സ് ആയിട്ടായിട്ടിരുന്നത്. അതാ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. നല്ലൊരു ഹോട്ടലിലേക്കാണ് പോയത്. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ വെജാണ് കേട്ടോ കഴിച്ചത്. കാരണം ഞങ്ങൾക്ക് പിന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടായിരുന്നു, നരസിംഹമൂർത്തി ക്ഷേത്രം. അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, ഒരു വേറെ വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു ഗുഹക്കുള്ളിൽ ഫുള്ള് വെള്ളം, നമ്മുടെ തല എന്നാ പറഞ്ഞത്, കഴുത്തിനൊപ്പം വെള്ളം. ആ വെള്ളത്തിലൂടെ നീന്തി വേണം നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താനോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഞങ്ങൾ മഴയൊന്ന് ഒതുങ്ങാൻ വേണ്ടി കാത്തുന്നത്. മഴ ഒതുങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചതിനെ. കാരണം മഴയുള്ള സമയത്ത് നമുക്ക് പോകൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ വന്നു കേട്ടോ. സ്റ്റാർട്ടർ ബേബി കോണിൻ്റെ എന്തോ ഒരു സംഭവം, അതുപോലെ നമ്മുടെ പക്കവടേൻ്റെ എന്തോ ഒരു സംഭവം, പക്കവടൻ്റെ അല്ല പക്കവട പോലെയുള്ള എന്തോ ഒരു സംഭവം കൂടെ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. വല്ലാത്ത സംഭവമായിപ്പോയില്ലേ. മോനൊരു നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നൂഡിൽസ് വാങ്ങിച്ചു കൊടുത്തു. സത്യം പറയാമല്ലോ, മരണ എരിവായിരുന്നു കേട്ടോ. എരിഞ്ഞൊരു വഴിക്കായി കുട്ടി. എന്നാലും അവനായിട്ട് ഓർഡർ ചെയ്തല്ലേ എന്ന് കരുതിയിട്ടാണ് തോന്നുന്നത് അവനൊരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച ആൾ. സ്റ്റാർട്ടർ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ഭക്ഷണം തരിക. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം തരിക. അത് തരുമ്പോൾ തന്നെ നമുക്കവർ ആ പ്ലേറ്റിലല്ല കേട്ടോ തരിക. നമ്മൾ സ്റ്റാർട്ടർ കഴിച്ച പ്ലേറ്റ് അവർ കൊണ്ടുപോകും. എന്നിട്ട് പുതിയ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലാണ് നമുക്ക് ഭക്ഷണം അവർ തന്നെ വിളമ്പി തരിക കേട്ടോ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. വെള്ളത്തിലൂടെ പോയി തൊഴേണ്ടത് കൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ എവിടെയാണ് എൻ്റെ കുട്ടീൻ്റെ ഷൂ പോയതെന്നൊരു ഓർമ്മയില്ല. നല്ല ഷൂ ആയിരുന്നു കേട്ടോ. അതെന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷൂ ആയിരുന്നു അത്. പോയപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ നല്ല സങ്കടമായി. ഞാൻ വണ്ടിയിലൊക്കെ കുറേ നോക്കി, പിന്നീട് വണ്ടിക്കാരനെ വിളിച്ച് ചോദിച്ചു. പക്ഷേ ഇല്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ളത് പോകും, കിട്ടാനുള്ളത് കിട്ടും. അത് വേറെ കഥ. അങ്ങോട്ട് പോയതാണെന്ന് ഞാൻ വിചാരിച്ച് സമാധാനിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ പോയത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോണും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിരുന്നു. പിന്നെ ഉള്ളിലേക്കും കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ നേരെ വീണ വെള്ളത്തിലോട്ടാണ് ഫോൺ പണിയാവും. അതുകൊണ്ട് ഞങ്ങളൊന്നും ഫോൺ എടുത്തില്ല. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോരുമ്പോഴാണ് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏട്ടൻ്റെ ഫ്രണ്ട് പൃഥ്വിരാജിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊരു മലയാളം നടനുണ്ട് പൃഥ്വിരാജ് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഓ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ്. ഇത് കണ്ട റോട്ടിൽ തന്നെ അലക്ക് കല്ലില്ലേ, എന്താ രസം, അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് അലക്കുകയും ചെയ്യുക, നാട്ടുകാരെ കണ്ടാൽ വർത്താനം പറയുകയും ചെയ്യുക അല്ലേ, നല്ല രസവും. അവൻ്റെ വീട്ടിലെത്തിയതും അവൻ്റെ പേരൻസിന് ഞങ്ങൾ എങ്ങനെ സൽക്കരിക്കേണ്ടത്, എന്തൊക്കെയാണ് തരേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ അവൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അവന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് ക്ലിയറായി. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബിദർ ഫോർട്ടിലേക്കാണ് കേട്ടോ. ഒരു ഈവനിങ്ങിലെത്തിയത് കൊണ്ട് തന്നെ അടിപൊളി വൈബായിരുന്നു കേട്ടോ അവിടെയും. കാരണം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, വലുതെന്നല്ല തീരെ തിരക്കുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കളിക്കാൻ വന്ന കുറേ കുട്ടികളും, അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഓടിച്ചാടി കളിക്കാനും കൂടെ കളിക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഈ മരങ്ങൾക്ക് എത്ര കഥകൾ പറയാനുണ്ടാവും. ഒരു പക്ഷേ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് മൂകസാക്ഷിയായിട്ട് അവരിന്നും അവിടെ നിൽക്കുകയല്ലേ അല്ലേ.
ഒന്നാലോചിച്ചാൽ നമ്മളും നാളെ പിറ്റേന്ന് പോയാൽ ഈ മണ്ണിൽ നിന്ന് പോയാൽ എന്താ പറയുക, നമ്മൾ നട്ടുനനച്ചൊരു മരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുണ്ടാവുക ബാക്കിയുള്ളവർക്ക്, ഇതാ അത് ഇവർ നട്ട മരമായിരുന്നു കേട്ടോ, ഇത് ഇവർ നട്ട മരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു പക്ഷേ ഒരു മരങ്ങളിലൂടെ ആകാം. അങ്ങനെ ആരോ നട്ടൊരു മരമാണ്, പക്ഷേ ഒരു മരമല്ല ഒരുപാട് മരങ്ങൾ. പക്ഷേ ഇന്ന് അവിടെ വരുന്ന കാണികൾക്കൊക്കെ അത് തണലേകിയിട്ടും കുളിരേകിയിട്ടും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്തു. മാത്രമല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ പോയത് ഗുരുനാനാക്ക് ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നൈറ്റായിരുന്നേ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല കേട്ടോ. അത് ഈ ഭാഗത്തു നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നേരെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. നല്ല സമയത്തായിരുന്നു ഞങ്ങൾ എത്തിയത്. അവിടെ എന്തോ പ്രാർത്ഥന തുടങ്ങുന്ന സമയം അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവിടെ തന്നെ ഭക്ഷണം ഉണ്ട് കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നേ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പാർക്കിംഗ് കുറച്ച് അപ്പുറത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കടകളുണ്ടായിരുന്നു. എൻ്റെ 2 മക്കൾക്കും കടകൾ കണ്ടാൽ പിന്നെ അവരുടെ 2 കണ്ണുകളും ആ കടകളിലേക്കാവും. നേരെ ഒരു ഐസ്ക്രീമിൻ്റെ കട കണ്ടത് അവർ ഓടി കയറി. നേരെ അഭയും കയറി. അവർക്ക് വേണ്ട ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവർ വണ്ടിയിലിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോന്നു.